നമ്മൾ SSLCയുടെ ഫസ്റ്റ് ചാപ്റ്റർ അരിതമെറ്റിക് സീക്വൻസാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഈ കിടക്കുന്നത് നാച്ചുറൽ നമ്പറാണ്. നാച്ചുറൽ നമ്പർ നമുക്കറിയാം 1 2 3 4 5. ഓഡ് നമ്പർ എന്ന് പറഞ്ഞാലോ 1 3 5 7. ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ 2 4 6 8. ഹാഫ് ഓഫ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നാച്ചുറൽ നമ്പർ 1 2 3 4 5 അല്ലേ, അതിൻ്റെ പകുതി എടുക്കുന്നു. അപ്പം 1ൻ്റെ പകുതി എന്താ? ഹാഫ്. 2ൻ്റെ പകുതി 1, 3ൻ്റെ പകുതി 1.5. അതേപോലെ സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ, 1ൻ്റെ സ്ക്വയർ എന്താ? 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9. അങ്ങനെ പോകുന്നതിന് നമ്മൾ നമ്പർ സീക്വൻസ് എന്ന് വിളിക്കും. നാച്ചുറൽ നമ്പർ എൻഡിങ് 1. 1ൽ എൻഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പർ ഏതൊക്കെയാണ്? 1ൽ എൻഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പർ ഏതൊക്കെയാണ്? 1, 11, 21. 21ൻ്റെ അവസാന ഡിജിറ്റ് ഏതാ? 1 അല്ലേ. അപ്പോൾ 1ൽ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പർ ഏതൊക്കെയാണെന്നാണ് അതിനകത്ത് പറയുന്നത്. ക്ലിയർ ആണോ? ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ ഞാൻ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡിവിഷൻ ചെയ്ത് നോക്കാം. 10 കൊണ്ട് ഡിവിഷൻ ചെയ്ത് നോക്കാം. 11നെ 10 കൊണ്ട് ഡിവിഷൻ നടത്തുമ്പോൾ 1 10s are 10, ബാലൻസ് 1 വരും. അപ്പോൾ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കുന്നത്? 1 ആയിരിക്കും. ഇനി നമുക്ക് 21നെ ഒന്ന് 10 കൊണ്ട് ഡിവിഷൻ ചെയ്ത് നോക്കാം. 10ൽ എത്ര പ്രാവശ്യമാണ് 21? 2 ടൈംസ് എത്ര? 20 ആവും. 21ന് 20 കുറച്ചാൽ 1, ദാറ്റ് ഈസ് 1 റിമൈൻഡർ. അപ്പോൾ ഈ നമ്പറിനെ ഓരോന്നിനെയും 10 കൊണ്ട് ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ കിട്ടുന്നത് എത്രയാണ്? 1 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ എൻഡിങ് 1. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ എൻഡിങ് 1 which leave remainder 1 on division by 10. ഇങ്ങനെ നമുക്ക് പറയാം. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ എൻഡിങ് 1 വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 10. അങ്ങനെ പറഞ്ഞൂടെ നമുക്ക്? ഇങ്ങനെ എഴുതാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിത് വെച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ഇനി അങ്ങോട്ട് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് പാർട്ടിലോട്ട് പോവാം. 3 പോളിഗൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. ട്രയാങ്കിളുണ്ട്, ക്വാഡ്രിലാറ്ററലുണ്ട്, പെൻറ്റഗണുണ്ട്. 3 സൈഡാണ് ട്രയാങ്കിളിനുള്ളത്. അതേപോലെ തന്നെ 3 ആംഗിളും ട്രയാങ്കിളിനുണ്ട്. അടുത്തത് ക്വാഡ്രിലാറ്ററലിന് 4 സൈഡും അതേപോലെ തന്നെ 4 ആംഗിളുകളുമാണ് ഉള്ളത്. അടുത്തത് വരുമ്പോൾ പെൻറ്റഗണിന് 5 സൈഡും 5 ആംഗിളുമാണ് ഉള്ളത്. ഇനി ഈ 3 ആംഗിള്, 4 ആംഗിള്, 5 ആംഗിള് ആണല്ലോ. ഇതിനെല്ലാം വരുന്ന ഇന്നർ ആംഗിൾ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇന്നർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനകത്തുള്ള ആംഗിളുകൾ എത്രയാണെന്ന് നമുക്കൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ഇന്നർ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ആണ്. ഇത് കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്ന് പറയുന്നത് n-2 × 180. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡാണ് n എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ട്രയാങ്കിളിൻ്റെ നമ്പർ എത്രയാണ്? സൈഡിൻ്റെ 3. 4 സൈഡുള്ള ക്വാഡ്രിലാറ്ററിൻ്റെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 സൈഡിൻ്റെ എന്തായിരിക്കും? 90 × 4 360 ആയിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ പെൻറ്റഗണിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? പെൻറ്റഗണിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ എന്നിന് പകരമായി നമ്മൾ 5 കൊടുക്കുന്നു. അപ്പോൾ 5 - 2 × 180. 5 - 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 × 180. അപ്പോൾ 3 × 180 എന്ന് പറയുമ്പോൾ 540 എന്ന് വരും. ഇങ്ങനെ നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാം. 540. ഇനി ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയാമോ? ചെയ്ത് നോക്കാം നമുക്ക്. 180 എന്ന് പറയുന്നത് 180 × 1 ആണ്. അപ്പോൾ 180 × 2 ആണ് 360 എന്ന് പറയുന്നത്. അപ്പോൾ 180 × 3 ആണ് 540 എന്ന് പറയുന്നത്. കണ്ടോ? അപ്പോൾ 180 കോമൺ ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഓരോന്നും 1 2 3 കൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിളാണ് 180 എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ആംഗിൾ എത്ര ആയിരിക്കും? ടോട്ടൽ ആംഗിൾ 3 ആംഗിളും കൂടിയാണ് 180. അപ്പോൾ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? 180യെ
3 കൊണ്ട് അതിൻ്റെ ടോട്ടൽ സൈഡായിട്ടുള്ള 3 കൊണ്ട് ഡിവിഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? ഒരു ആംഗിൾ കണ്ടുപിടിക്കാനാണ്. ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ 180യെ 3 കൊണ്ട് ഡിവിഷൻ ചെയ്യണം. ഡിവിഷൻ ചെയ്യുമ്പോൾ 3 6 ആർ 18 അല്ലേ? അപ്പോൾ 60 വരും. അപ്പോൾ 1 ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 60 ഡിഗ്രി, 60 ആയിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ ഓരോന്നൊന്ന് കണ്ടുപിടിച്ച് ഇതേ രീതിയിലൊന്ന്. ക്വാഡ്രിലാറ്ററലിൻ്റെ വരുമ്പോൾ ടോട്ടൽ 360 ആണ്. 4 സൈഡ് 90 ഡിഗ്രി വരും. 540/5 എന്ന് പറഞ്ഞാൽ എത്ര വരും? അത് ഡിവിഷൻ ചെയ്ത് നോക്കാം നമുക്ക്. അത് ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 108 ആണ്. അപ്പോൾ പെൻറ്റഗണിൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 108 ആണ്. ക്വാഡ്രിലാറ്ററലിൻ്റെ 90 ആണ്. ട്രയാങ്കിളിൻ്റെത് 60 ആണ്. ക്ലിയർ ആയോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ അടുത്ത പാർട്ടിലേക്ക് പോകാമല്ലോ. ഇവിടെ നോക്കിയേ, ട്രയാങ്കിളുകൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ട്രയാങ്കിളിൻ്റെ മുകളിൽ വേറൊരു ട്രയാങ്കിൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു അല്ലേ? എല്ലാം ഓരോ മീറ്റർ വെച്ചിട്ടാണ് ഓരോ സൈഡും കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് ആദ്യം നമുക്ക് ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടീനിയസ് നമുക്ക് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടീനിയസ് എന്ന് പറഞ്ഞാൽ ചരിഞ്ഞ ഭാഗത്തെയാണ് എന്ന് വിളിക്കുന്നത് ഹൈപ്പോട്ടീനിയസ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പത്തെ ക്ലാസ്സുകളിൽ, പ്രീവിയസ് ക്ലാസ്സിലെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ളത്. നമുക്കൊന്ന് നോക്കാം. ഈ സൈഡിനെയാണ് ബേസ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ കുത്തനെ നിൽക്കുന്നത് ഓൾട്ടിറ്റ്യൂഡ്, ചരിഞ്ഞിരിക്കുന്നത് ഹൈപ്പോട്ടീനിയസ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈപ്പോട്ടീനിയസ് ആണ്. ഹൈപ്പോട്ടീനിയസിൻ്റെ ഇക്വേഷൻ അറിയാം, പൈതഗോറസ് തിയറം എന്ന് പറയും. റൂട്ട് b² പ്ലസ് a². ഹൈപ്പോട്ടീനിയസ് കണ്ടുപിടിക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്? ആഡ് ചെയ്യേണ്ടത്, പ്ലസ് കൊടുക്കണം. അല്ല ബാക്കി രണ്ടും കണ്ടുപിടിക്കുന്നത് മൈനസ് കൊടുക്കണം. അറിയാമല്ലോ. അപ്പം ബേസ് എത്രയാണ്? 1 ആണ്. 1² പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് 1², ദാറ്റ് ഈസ് 1ൻ്റെ സ്ക്വയർ 1. അങ്ങനെ അത് രണ്ടും കൂടി. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റൂട്ട് ഇടാൻ മറക്കരുത്. റൂട്ടില്ലെങ്കിൽ അത് തെറ്റായിരിക്കും ആൻസർ. റൂട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ. അപ്പോൾ റൂട്ടിൽ 1 + 1 എന്താവും? 2 ആവും. അപ്പോൾ ഹൈപ്പോട്ടീനിയസ് നമുക്ക് എത്ര കിട്ടി? റൂട്ട് 2 എന്ന് കിട്ടും. ക്ലിയർ ആയോ എല്ലാവർക്കും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്? ഇത് ബാലൻസ് ഓരോന്നിൻ്റെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ എത്ര കിട്ടുമെന്നുള്ളത്. ഓക്കെ. രണ്ടാമത്തെ ഫിഗറിൽ നമുക്കറിയാം റൂട്ട് 2 ആണ് ഹൈപ്പോട്ടീനിയസ് കിട്ടുന്നത്. അപ്പം ഓൾട്ടിറ്റ്യൂഡ്, അടുത്ത രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡാണ് റൂട്ട് 2 എന്ന് പറയുന്നത്. ബേസ് 1 ആണ്. അപ്പോൾ നമുക്ക് കൊടുക്കാം 1² പ്ലസ് റൂട്ട് 2² എന്ന് കൊടുക്കാം. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ 1ൻ്റെ സ്ക്വയർ 1 പ്ലസ് റൂട്ട് 2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2 ആണ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വിശദമായി നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. എന്നാലും ഒന്ന് പറഞ്ഞു തരാം. റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 = ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? 2 വരും. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 = എന്ത് വരും? 3. റൂട്ട് 4 ഇൻറ്റു റൂട്ട് 4 = 4 വരും. അതായത് ഒരേ നമ്പറുകൾ റൂട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതേ നമ്പറായിരിക്കും നമുക്ക് റൂട്ടില്ലാതെ കിട്ടുന്നത്. ഇതാണ് മനസ്സിലാക്കുന്നത്. അതായത് റൂട്ട് 2² എന്ന് ഇങ്ങനെ എഴുതുന്നത്. ഇതിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഇതേ രീതിയിലോട്ട് എഴുതുന്നത്. അപ്പോൾ മനസ്സിലായത് എങ്ങനെ വന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തന്നതാണ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെ റൂട്ട് 2 + 1 3 വരും. അപ്പോൾ ഇവിടുത്തെ ഹൈപ്പോട്ടീനിയസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൂട്ട് 3 ആയിരിക്കും. ഈ റൂട്ട് 3 എടുത്ത് നമുക്കിനി അടുത്ത ട്രയാങ്കിളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയല്ലോ. അപ്പോൾ ഏതൊക്കെ കിട്ടിയ ആൻസർ? റൂട്ട് 2, റൂട്ട് 3. നെക്സ്റ്റ് എന്താ കിട്ടുന്നത്? റൂട്ട് 2 കിട്ടി. രണ്ടാമത് റൂട്ട് 3 ആണ് കിട്ടിയത്. മൂന്നാമത്തേതെന്ന് പറയുന്നത് 2 ഇങ്ങനെ പോവും അല്ലേ? അതായത് റൂട്ട് 4ൻ്റെ സ്ക്വയർ ആണ് ഏതെന്ന് പറയുന്നത്? 2 എന്ന് പറയുന്നത്. ഇങ്ങനെ റൂട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എടുത്ത് നമുക്ക് എഴുതാം. അപ്പോൾ ക്ലിയർ ആയോ? നെക്സ്റ്റ് കുറേ ഡോട്ടുകൾ കാണാം അല്ലേ? നോക്കിയേ. ആദ്യത്തെ ഡോട്ടിൽ എത്ര എണ്ണം ഉണ്ട്? 3. രണ്ടാമത്തെ ഡോട്ടിൽ 6. മൂന്നാമത്തെ ഡോട്ടിൽ 10 എണ്ണം ഉണ്ട്. ഇതിൻ്റെ സീരീസാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതിൻ്റെ സീരീസ് എങ്ങനെ വരും? നമ്പർ സീരീസ് എന്ന് പറയുന്ന സെക്ഷനാണ് വരുന്നത്. ഇപ്പോൾ ഓരോ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. 3ൽ നിന്ന് 6ലേക്കുള്ള ഡിഫറൻസ് എത്രയാണ്? 3. 6ൽ നിന്ന് 4ലേക്കുള്ള ഡിഫറൻസ് എത്രയാണ്? 4. അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് എത്രയായിരിക്കും? 5 ആയിരിക്കും വരുന്നത് അല്ലേ? 15. അപ്പോൾ 3ൽ നിന്ന് 3 ഡിഫറൻസ് 6, 6ൽ നിന്ന് 4 ഡിഫറൻസ് 10, 10ൽ നിന്ന് 5 ഡിഫറൻസ് 15, 15ൽ നിന്ന് 6 ഡിഫറൻസ് വരുമ്പോൾ 21 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നോക്കിയാൽ പാറ്റേൺ പോയിരിക്കുന്നത് നോക്കിയാൽ 3, 4, 5, 6. അപ്പോൾ നെക്സ്റ്റ് എത്ര ആയിരിക്കും? 7 ആയിരിക്കും. 7 വരുമ്പോൾ എന്ത് വരും? 28 എന്ന് വരും. അപ്പോൾ നമുക്ക് പറയാം നെക്സ്റ്റ് 3 എണ്ണം വരുന്ന ഏതൊക്കെയാണ്?
15, 21, 28. ദാറ്റ് ഈസ് 3, 6, 10, 15, 21, 28 എന്നിങ്ങനെ സീരീസ് പോകും. ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമ്പർ ഓഫ് സൈഡ്, പോളിഗണിൻ്റെ നമ്പർ ഓഫ് സൈഡ് തന്നിട്ടുണ്ട്, സം ഓഫ് ഇന്നർ ആംഗിൾ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് സം ഓഫ് ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. ശ്രദ്ധിച്ചോ എങ്ങനെയാണെന്നുള്ളത് നോക്കിയേ. നേരത്തെ വരച്ചതുപോലെ ഒരു 3 പോളിഗൺ വരച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽ, പെൻറ്റഗൺ. ട്രയാങ്കിളിൻ്റെ ഈ സൈഡിലോട്ട് ഇങ്ങോട്ട് വെളിയിലോട്ട് നമ്മൾ ആംഗിളുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് വെളിയിലോട്ട് വരയ്ക്കുന്ന ഈ വരയാണ്, ഇതാണ് എക്സ്റ്റേണൽ ആംഗിൾ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ക്വാഡ്രിലാറ്ററലിൽ നമുക്ക് ആംഗിളുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് വെളിയിലേക്ക് ഇതായി വരയ്ക്കുന്നതാണ് എക്സ്റ്റേണൽ ആംഗിൾ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്. ഇതും ഇതും അല്ലേ, ഇതല്ലേ ഇതും കണ്ട, ഇതിന്റെ ഔട്ടർ ആംഗിൾ എവിടെ വരും? ഇതും ട്രയാംഗിളിന്റെ 180. ഒരെണ്ണം നമ്മൾ പറഞ്ഞ എത്ര? ഇതെത്രയാ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വലിയ കാര്യമില്ല. ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ എത്രയാ? ഒരു ലൈൻ എത്രയാ? ഒരു ഡിഗ്രി. ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ വിളിക്കുന്ന പേരെന്താ? ലീനിയർ പെയർ. എന്താ വിളിക്കുക? ലീനിയർ പെയർ. അപ്പൊ ഇത് എന്താണ്? ലീനിയർ പെയറാ. ലീനിയർ പെയർ എപ്പോഴും എത്ര വരണം? 180 ആയിരിക്കണം. ലീനിയർ പെയർ എപ്പോഴും എന്തായിരിക്കണം? ഇപ്പൊ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 180 വേണ്ടേ? 2 ആംഗിളും. ഇവിടെ എത്ര വരണം? 120. കണ്ട, ഇവിടെയാണെങ്കിലും 60, ഇവിടെ എത്ര വരും? ഇവിടെയാണെങ്കിലും. ഇതാണ് ഔട്ടർ ആംഗിൾ. ഇത് 3 കൂടി കൂട്ടി എത്ര വരും? 360. ഐഡിയ പിടികിട്ടിയ? ഇനി അടുത്ത ഇവിടെ നോക്ക്. ഇവിടെ 90 അല്ലേ? നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയും ഇവിടെ 90 ആണെങ്കിൽ ഇവിടെ എത്ര വരും? കാരണം 180. ഇവിടെയും ഈ 90 4 സൈഡ് കൂടി ഇവിടെ എത്ര വരും? അല്ലേ? ഇവിടെ എത്ര ഡിഗ്രി? ഇവിടെയും അല്ലേ? ഇവിടെ കണ്ടുപിടി നോക്കട്ടെ. അവിടെ എത്ര വരും? പറഞ്ഞ കാര്യം മനസ്സിലായ? ഒരു ഇന്നർ ആംഗിളും ഒരു ഔട്ടർ ആംഗിളും കൂടി ചേരുമ്പോൾ എത്ര വരണം? 180 വരണം. ഇത് മനസ്സിലാക്കിയാൽ മതി. ഒരു ഇന്നർ ആംഗിളും ഒരു ഔട്ടർ ആംഗിളും കൂടി വരുമ്പോൾ എത്ര വരണം? 180 വരണം. ഈ ഇങ്ങനെ വരുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ലീനിയർ പെയർ. എന്താ വിളിക്കുക? മനസ്സിലായ? 4ന്റെയും 360, 5ന്റെയും 360, 6ന്റെയും 360 ഇങ്ങനെ പോകും. 7ന്റെ ആണെങ്കിലും സം ഓഫ് ഔട്ടർ ആംഗിൾ എത്ര ആയിരിക്കും? ഇതിപ്പോ എന്താ പഠിച്ച? ഏതൊരു പോളിഗണിന്റെയും ഔട്ടർ ആംഗിൾ, ടോട്ടൽ ഔട്ടർ ആംഗിൾ എത്ര ആയിരിക്കും? 360 ആയിരിക്കും. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? അതെങ്ങനെയാ വന്നേന്ന് പിടികിട്ടിയോ? ആംഗിൾ വരയ്ക്കുന്നത് എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? ഇന്നർ ആംഗിൾ ഏതാ, ഔട്ടർ ആംഗിൾ ഏതാന്ന് മനസ്സിലായോ? ഇനി അറിഞ്ഞൂടെന്ന് പറയുമോ? ഇല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞ? ആൻ ഇന്നർ ആംഗിൾ. എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻ ഇന്നർ ആംഗിൾ. ആൻ ഇന്നർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഇന്നർ ആംഗിൾ അല്ലേ? എത്ര ഇവിടുത്തെ? 60. ഒരു ഇന്നർ ആംഗിൾ എത്ര? 60. 3 സൈഡിൽ എത്രയാണ്? 60. ഇതിന്റെയോ? 90. ഇതിന്റെയോ? 108. അടുത്ത 6 സൈഡ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്കുള്ള ഓർമ്മയില്ല. എത്ര ആയിരിക്കും? എഴുതിയോ? പറയണ്ടായിരുന്നു. 120. പറഞ്ഞ കാര്യം ക്ലിയറാ? ഇനി ഞാൻ ഔട്ടറാണ് അല്ലേ? ആൻ ഔട്ടറാണ്. ആൻ ഔട്ടറാങ്ങൾ എന്ന് പറഞ്ഞാലോ വെളിയിലത്തെ ഒരാണ്. ഇവിടെ എത്രയാ? സിമ്പിൾ അല്ലേ? 120. ഇതിന്റെ എത്ര തന്നെ? 90. ഇതിന്റെ എത്ര വരും? 72. അടുത്ത എത്ര വരും? 60. കാരണം 120 ആണെങ്കിൽ വെളിയിൽ എത്ര ആയിരിക്കും? ഇപ്പൊ ഇന്നറും ഔട്ടറും കൂടി കൂട്ടുമ്പോഴാണ് വരുന്നത്. മനസ്സിലായോ? ഇപ്പൊ സിമ്പിൾ അല്ലേ? ഇനി അറിഞ്ഞെന്ന് പറയൂ. അപ്പൊ ഒരു ഔട്ടർ ആംഗിൾ എന്താ? ഒരു പോളിഗൺ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഇന്നർ ആംഗിൾ എന്താ? അത് രണ്ടും കൂടി കൂട്ടുമ്പോഴാണ് എന്താ വരിക? ലീനിയർ പെയർ വരിക. ഇതെല്ലാം നമ്മളിപ്പം പഠിച്ചിട്ടുണ്ട്. തെറ്റാണ്. 3 കൊണ്ട് ഡിവിഷൻ ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇതിന്റെ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എടുക്കണം. മൾട്ടിപ്ലിക്കേഷൻ ശ്രദ്ധിക്കണേ, എഴുതരുത്. ഐഡിയ പറഞ്ഞുതരാം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 3 എടുക്കണം.
മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 3. ഡിവിഷൻ ബൈ 3 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 3 എടുക്കണം. ഡിവിഷൻ ബൈ 4 എന്ന് പറഞ്ഞാലോ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 4 എടുക്കണം. ഡിവിഷൻ ബൈ 6 എന്ന് പറഞ്ഞാലോ ഓക്കെ. ഇനി 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ഏതൊക്കെയാ? 0 0, പിന്നെ 3 into 1 3, അടുത്ത 3 into 2 6, 3 into 3 9, 3 into 4 12. ഇങ്ങനെ പോകും. 0 into 3 0, 3 into 1 3, 3 into 2 ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ. മനസ്സിലായ? ഇനി അവര് പറഞ്ഞിരിക്കുന്നത് എന്താ? ഡിവിഷൻ ബൈ 3 അല്ലേ? റിമൈൻഡർ എത്രയാ പറഞ്ഞിരിക്കുന്നത്? 1. റിമൈൻഡർ 1. ഇതിന്റെ കൂടെ എന്ത് കൂട്ടിയാ മതി? റിമൈൻഡർ 1 ഒന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? 1 അങ്ങ് കൂട്ടിയാ മതി. 0ന്റെ കൂടെ 1 കൂട്ടുമ്പോ എത്ര വരും? 1 എന്താ? 3ന്റെ കൂടെ 1 കൂട്ടുമ്പോഴോ 4, 6ന്റെ കൂടെ 1 കൂട്ടുമ്പോഴോ 7, 9ന്റെ കൂടെ 1 കൂട്ടുമ്പോഴോ 10, 12ന്റെ കൂടെ 1 കൂട്ടുമ്പോഴോ എത്ര കിട്ടി? 13. കണ്ട? സിമ്പിൾ അല്ലേ? സീക്വൻസ് കിട്ടിയണ്ട? സീക്വൻസ് കിട്ടിയത് കണ്ട? എളുപ്പമല്ലേ? അപ്പൊ ഡിവിഷൻ ബൈ 3 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനും 3 അങ്ങ് എടുക്കുക. റിമൈൻഡർ എന്താണോ പറഞ്ഞത് അതെന്താ ചെയ്താൽ മതി? അതിന്റെ കൂടെ കൂട്ടിയാൽ മതി. പിന്നെ ആൻസർ ഏതാ? ഇതാണ് ആൻസർ. ഇതാണ് ആൻസർ. ചോദിച്ചിരിക്കുന്നതിന്റെ ആൻസർ ഇതാ. ഇത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി എഴുതിയതേ ഉള്ളൂ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? റിമൈൻഡർ ടു ഡിവിഷൻ ബൈ 3. സെയിം ക്വസ്റ്റ്യൻ. ഡിവിഷൻ ബൈ 3. അപ്പൊ ഇത് തന്നെ എടുത്താൽ മതി. റിമൈൻഡർ എത്രയാ? റിമൈൻഡർ എത്രയാ? 2. അപ്പൊ ഇവിടെ എന്ത് വരണം? 2. അപ്പൊ എത്ര കൂട്ടണം? 0യിൽ നിന്ന് 2 കൂട്ടണം. അപ്പൊ 0യിൽ നിന്ന് 2 കൂട്ടുമ്പോ എത്ര വരും? 2. അടുത്ത 3ൽ നിന്ന് 2 കൂട്ടുമ്പോ 5, 6ൽ നിന്ന് 2 കൂട്ടുമ്പോ 9ൽ നിന്ന് 2 കൂട്ടുമ്പോ 12ൽ നിന്ന് 2 കൂട്ടുമ്പോ എത്ര കിട്ടി? 14. ഇതിന്ന് കൂട്ടരുത് കേട്ടോ. ഇതങ്ങ് റൗണ്ട് ചെയ്ത് കാണാം. ഇതാണ് ആൻസർ. ഇതിന്നാണ് കൂട്ടേണ്ടത്. ഐഡിയ പിടി കിട്ടിയ. ഇനി റിമൈൻഡർ 3 പറഞ്ഞ എന്ത് എഴുതും? എത്ര കൂട്ടി എഴുതിയാ മതി? 3. സംഭവം മനസ്സിലായോ? അപ്പൊ ഡിവിഷൻ ബൈ 4 പഠിക്കാൻ വേണ്ടി ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു മോനെ. നമ്മളെ പഠിത്തത്തിലായിരിക്കണം ശ്രദ്ധ ഈ വർഷം. ഡിവിഷൻ ബൈ 4 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്തെഴുതും? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 4 അങ്ങ് എഴുതും. എന്നിട്ട് റിമൈൻഡർ ആരാണോ പറഞ്ഞിരിക്കുന്നത് അതിന് എന്ത് ചെയ്താൽ മതി? കൂട്ടി 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 പോയാൽ മതി. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇനി ആർക്കും ഡൗട്ട് ഉണ്ട്? അപ്പോൾ അടുത്ത 4 മുതലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത പാർട്ടിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ.